സംസ്ഥാന സർക്കാർ പാർട്ണർ കേരള എന്ന പേരിൽ നഗരവികസന നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നു. എമർജിംഗ് കേരളയുടെ മാതൃകയിലാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. 2000 കോടിയുടെ പദ്ധതി തയ്യാറാക്കി വരുന്നതായി നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി കൊച്ചിയിൽ അറിയിച്ചു. പാർട്ണർ കേരള എന്ന നഗരവികസന സംഗമം ലക്ഷ്യമിടുന്നത് കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ആരംഭിക്കുന്ന വൻകിട പദ്ധതികൾക്കുള്ള വിഭവ സമാഹരണമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ 100-ലേറെ പദ്ധതികൾ ആരംഭിക്കുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. സംഗമത്തെക്കുറിച്ച് നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ വാക്കുകൾ ഇതാണ്. നമ്മുടെ നഗരസഭകൾ തന്നെ പല നഗരസഭകളിലും സാമ്പത്തികമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്നതാണ്. നമ്മളൊക്കെ പറയുന്നത് പോലെ പലപ്പോഴും ബിലോ പോവർട്ടി ലൈൻ, ആ BPL മുനിസിപ്പാലിറ്റികളാണ് കുറെ എണ്ണം. ശമ്പളം കൊടുക്കാൻ പോലും അവര് സർക്കാരിനെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഡിസംബർ 19, 20 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന സംഗമത്തിന്റെ മുന്നോടിയായി വിവിധ നഗരസഭകൾ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ മുതൽ വൻകിട ഷോപ്പിംഗ് മാളുകൾ വരെയുള്ള പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. 2000 കോടിയുടെ വികസന പദ്ധതിയാണ് സംഗമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷന്റെ കലൂർ സിറ്റി സെന്ററും കച്ചേരിപ്പടിയിൽ IT പാർക്കും തൃശൂർ കോർപ്പറേഷന്റെ 700 കോടിയുടെ ശക്തനഗർ പദ്ധതിയുമെല്ലാം പാർട്ണർ കേരളയിലെത്തുന്ന പ്രധാന പദ്ധതികളാണ്. ഏതായാലും നഗരസഭകളുടെ ഭൂമിയിൽ സ്വകാര്യ നിക്ഷേപത്തിൽ വൻ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ അത് വിവാദങ്ങൾക്കിടയാക്കാനും സാധ്യതകളുണ്ട്. അമൃത